ഹലോ ഗായ്സ്, ഇപ്പോൾ ചക്കയുടെ മാങ്ങേൻ്റെയൊക്കെ സീസൺ ആയില്ലേ. നമുക്കും കിട്ടിയിട്ട് ഇവിടെ ഒരു ചക്ക ഇടിച്ചക്ക കിട്ടിയിട്ടോ. അപ്പോൾ അത് ഞാൻ അതിനെ പറിച്ചുകൊണ്ട് വന്ന് ചെറുതാക്കി കട്ട് ചെയ്തെടുത്തു കേട്ടോ. ഈ ഒരു വലിപ്പത്തിലാട്ടോ നമ്മളിവിടെ കട്ട് ചെയ്യുക. എല്ലാവരും ഒരു ഇത് ചിലർ ചെറുതാക്കി കട്ട് ചെയ്തിടും. നമ്മൾ ഈ ഒരു സൈസിലാട്ടോ കട്ട് ചെയ്തിടുക. അതിന് ശേഷം നല്ല വൃത്തിക്ക് കഴുകിയതിന് ശേഷം ഒരു ചട്ടിയിൽ അടുപ്പത്ത് വയ്ക്കും വേവിക്കാനായിട്ട്. ഈ സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, തേങ്ങയും അതിന് വേണ്ട അരപ്പാണ് ഇട്ടത്. തേങ്ങ, കാന്താരിമുളക്, ചെറിയുള്ളി, വെളുത്തുള്ളി, ജീരകം, മഞ്ഞൾപ്പൊടി, കറിവേപ്പില ഇതൊക്കെ ചേർക്കും കേട്ടോ. പക്ഷെ നമുക്കിന്നിവിടെ ചെറിയുള്ളി ഇല്ല, അതുകൊണ്ട് ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. പിന്നെ വെന്ത ചക്ക ചെറുതാക്കി ഉടച്ചെടുക്കും. പിന്നെ ഇതിന് വേണ്ട സാധനമാണ് വറ്റൽമുളക്, അരി, കറിവേപ്പില. അരി ഇതിന് മസ്റ്റാണ് കേട്ടോ. അരി ഇടുമ്പോഴാണ് ഇതിനൊരു പ്രത്യേക ടേസ്റ്റ്. പിന്നെ നമ്മൾ ചെയ്യുന്നത് എന്താ, എണ്ണ ഒഴിക്കുന്നു. സാധാരണ ചെയ്യുന്ന പോലെ തന്നെ എണ്ണ ഒഴിച്ച് എണ്ണ നന്നായി ചൂടായതിന് ശേഷം എന്ത് ചെയ്യാം, കടുക് പൊട്ടിക്കുക. കടുക് നന്നായി പൊട്ടി വരുമ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന അരിയും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. നിങ്ങളെല്ലാവരും ഇങ്ങനെ തന്നെയാണോ ചെയ്യാറ്? എല്ലാവരും വേറെ വേറെ ഡിഫറെൻറ്റ് സ്റ്റൈലിലായിരിക്കുമല്ലേ കറി വയ്ക്കുക. നിങ്ങൾ വെക്കുന്നത് എങ്ങനെയാണെന്നും കൂടി ഒന്ന് പറയണം കേട്ടോ. പിന്നെ ഞാൻ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് അതിലേക്ക് ചേർക്കും. ഈ അരപ്പ് നന്നായി ഒന്ന് വേവണം കേട്ടോ. ഇതിൻ്റെ ഈ പച്ചമണം ഒന്ന് മാറണം. അപ്പോൾ അരച്ച് ജാറിലുള്ള വെള്ളം ഇതെല്ലാം കൂടി അരച്ച് കഴുകി അതിലേക്ക് ഒഴിക്കുക. അതിന് ശേഷം നന്നായി ആവി കയറ്റുക കേട്ടോ. ഇത് ആവി കയറ്റിയതിന് ശേഷം നമ്മൾ നേരത്തെ ചതച്ച് വെച്ച ഇടിച്ചക്കയില്ലേ, അത് ഇതിലേക്ക് ചേർക്കണേ. ഇടിച്ചക്ക ഞാൻ ചില സമയത്ത് അമ്മിക്കല്ലിൽ വെച്ചിട്ട് കേട്ടോ ചതയ്ക്കുക. ഇത് ഞാൻ കൈ കൊണ്ട് തന്നെ തവി വെച്ചിട്ട് നന്നായി അങ്ങോട്ട് ഉടച്ചെടുത്തു. ഇത്തിരി അത്യാവശ്യം ഒന്ന് വെന്തിരുന്നു കേട്ടോ ഇടിച്ചക്ക. ഞാൻ അരപ്പൊക്കെ അരച്ച് വന്ന് അതിൻ്റെ ഇടയ്ക്ക് ചെറിയ ചെറിയ പണി ധനുമോനെയൊക്കെ നോക്കി വന്നപ്പോഴത്തേക്കും ഇടിച്ചക്ക ഈ ഒരു പരുവത്തിലായി. എന്നാലും കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാനത് ചട്ടിയിലേക്ക് ഇട്ടു, ആവി കയറ്റാൻ വെച്ചു. അടപ്പെടുത്ത് അടച്ച് വെക്കണ്ട കേട്ടോ, ഒന്നുകൂടി വെള്ളം ഇറങ്ങുകയോ ചെയ്യുക. അപ്പോൾ അല്ലാതെ തന്നെ അത് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇതാ ഈ ഒരു പരുവത്തിലായി നമ്മുടെ ഇടിച്ചക്ക. നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളിതുപോലെ ഉണ്ടാക്കി കഴിച്ചു നോക്കി അതിൻ്റെ റിസൾട്ട് പറയൂ.